ക്യാൻസർ രോഗബാധിതയായ രേണു സുധിക്ക് കീമോ ചികിത്സ ആരംഭിച്ചതിനു പിന്നാലെ അതിൻ്റെ പരിണിത ഫലങ്ങൾ ശരീരത്തിൽ പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ്. ചികിത്സയുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും രേണുവിനെ മാനസികമായി വേദനിപ്പിക്കുന്ന പ്രചരണങ്ങളും ആരോപണങ്ങളുമാണ് പലരും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ രേണുവിന് ക്യാൻസർ ബാധിച്ചിട്ടില്ലെന്നും സഹതാപവും ലൈക്കുകളും നേടിയെടുക്കാനുള്ള വെറും അഭിനയം മാത്രമാണിതെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചവർക്ക് മുന്നിൽ കണ്ണീരോടെ തലയിൽ നിന്നും മുടി കൊഴിയുന്ന ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചിരിക്കുകയാണ് രേണു. എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നവരോട്, അതെ, എൻ്റെ മനസ്സിന് ക്യാൻസർ ഇല്ല, പക്ഷേ ശരീരത്തിന്. നിങ്ങളുടെ കുത്തുവാക്കുകളേക്കാൾ വലിയൊരു ക്യാൻസറല്ല എൻ്റെ ശരീരത്തെ പിടികൂടിയിരിക്കുന്നത്. മുടിയിലൊന്ന് തൊട്ടാൽ മതി, അത് കയ്യിലേക്ക് കൊഴിഞ്ഞു വീഴുകയാണ് എന്ന് രേണു വേദനയോടെ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. കഠിനമായ വേദനകൾക്കിടയിലും തന്നെ പിന്തുണയ്ക്കുന്ന പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് മുന്നോട്ടുള്ള കരുത്തെന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തി തന്നെ ഇനിയും ദ്രോഹിക്കരുതെന്നും രേണു സുധി വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട്. നടൻ സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചു തന്നോട് കാണിക്കുന്ന അകൽച്ചയെക്കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കിച്ചുവിൻ്റെ പ്രതികരണത്തിനു പിന്നാലെ രേണുവും അല്പം രോഷത്തോടെയാണ് രംഗത്തെത്തിയത്. ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് രേണുവിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ചിലർ അഴിച്ചുവിട്ടത്. നഷ്ടപ്പെട്ട ഓർമ്മയും ശബ്ദവും ആരോഗ്യവും നിമിഷനേരം കൊണ്ട് തിരിച്ചുകിട്ടി. മികച്ച അഭിനയം, സഹതാപം പിടിച്ചുപറ്റാനുള്ള നാടകം തുടങ്ങിയ ക്രൂരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടത്. ഈ അധിക്ഷേപങ്ങൾ അതിരുവിട്ടതോടെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ കടുത്ത ഭാഷയിൽ രേണുവിന് പ്രതികരിക്കേണ്ടി വന്നത്. ക്യാൻസർ രോഗബാധയെ തുടർന്ന് നിലവിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും കഠിനമായ ചികിത്സയിലൂടെയുമാണ് താൻ കടന്നു പോകുന്നതെന്ന് രേണു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കീമോതെറാപ്പിയുടെ ഭാഗമായി മുടി പൂർണ്ണമായും മുറിച്ചു മാറ്റിയ നിലയിലാണ് താരം ഇപ്പോൾ ഉള്ളത്. മുടി പോയതല്ല അവളുടെ സങ്കടം, ഇങ്ങനെയൊരു കോലത്തിൽ കണ്ടാൽ എൻ്റെ മോൻ പേടിക്കുമോ എന്നത് മാത്രമാണ് എന്ന് കുറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുവിൻ്റെ സുഹൃത്തുക്കൾ പങ്കുവച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. രോഗത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലെ കുറ്റപ്പെടുത്തലുകളും രേണുവിനെ തളർത്തുന്നുണ്ട്. നേരത്തെ സുധിയുടെ മകൻ കിച്ചു തന്നെ കാണാൻ എത്താതിരുന്നതിനെ പറ്റിയുള്ള വിവാദങ്ങളാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത്. താൻ മരിച്ചാലും ശവം കാണാൻ കിച്ചു വരേണ്ടതില്ല എന്ന് രേണു രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ കുടുംബ പ്രശ്നങ്ങളെ മുൻനിർത്തി ഒരു സ്ത്രീ നേരിടുന്ന കഠിനമായ രോഗാവസ്ഥയെപ്പോലും വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ച സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകളുടെ ക്രൂരതയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതേസമയം രണ്ടാം ഘട്ട കീമോതെറാപ്പി ചികിത്സയ്ക്ക് തയ്യാറെടുക്കുകയാണ് രേണു ഇപ്പോൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.